മണി കഴിഞ്ഞ് 41 പാർലമെന്റിലേക്കുള്ള യാത്രയിലാണ് പ്രതിഷേധ മാർച്ച്. വിജയ് ചൗക്കിൽ നിന്നും ആരംഭിച്ച പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ മാർച്ച് പാർലമെന്റിനുള്ളിൽ പ്രവേശിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നോബൽ മാരിക്കാരനും സംഘവും നമ്മുടെ റിപ്പോർട്ടർ വാർത്താ സംഘവും അവർക്കൊപ്പമുണ്ട്. ചുവന്ന തലക്കെട്ടും ചുവന്ന ദൃശ്യങ്ങളും സമാജ്വാദി പാർട്ടിയുടെ നേതാക്കളുണ്ട്. നീല വസ്ത്രങ്ങൾ ധരിച്ച് ഇന്ത്യ മുന്നണിയും കോൺഗ്രസിലെയും നേതാക്കളുണ്ട്. അല്പസമയം മുമ്പ് വിജയ് ചൗക്കിൽ നിന്ന് അംബേദ്കറിനെ അമിത്ഷാ അപമാനിച്ചതിന്റെ പേരിൽ അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ്. ആ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ പാർലമെന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മറുഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാം ഇന്ത്യ മുന്നണിയുടെ എംപിമാരെല്ലാവരും തന്നെ 2 വരികളായിട്ട് നിന്നാണ് പാർലമെന്റിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം BJP എംപിമാർ പാർലമെന്റിനുള്ളിൽ പ്രതിഷേധിച്ചിരുന്നു. ഇന്നലെ മഹദ്വാറിൽ കണ്ട നാടകീയ സംഭവ വികാസങ്ങൾ ഇന്നുണ്ടാകുമോ എന്നൊരു രാഷ്ട്രീയ ആകാംക്ഷയാണുള്ളത്. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ മാരിക്കാരൻ, ഏതെങ്കിലും തരത്തിൽ ഭരണപക്ഷത്തെ എംപിമാർ പാർലമെന്റിന് പുറത്തു വന്ന് ഈ പ്രതിഷേധ മാർച്ച് തടയാനുള്ള സാധ്യതയുണ്ടോ? അരുൺ, ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം പ്രതിപക്ഷത്തിൻ്റെ മാർച്ച് ഇപ്പോൾ പാർലമെൻറ്റ് കവാടത്തിലേക്ക് കടന്നിരിക്കുന്നു. പാർലമെൻറ്റ് പ്രധാന ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയിരിക്കുന്നു. ഇനിയിപ്പോൾ BJP അംഗങ്ങൾ അവരുടെ പ്രതിഷേധം 10 മണിക്ക് തുടങ്ങി അപ്പോൾ തന്നെ അവസാനിപ്പിച്ച് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് സമാജ്വാദി പാർട്ടിയുടെ അംഗങ്ങൾ ഡിംപിൾ യാദവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. അവർ ആ പാർലമെൻറ്റിനകത്തേക്ക് ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും പോയിട്ടില്ല. അവർ കുറച്ച് സമയം കൂടി ഇവിടെ പ്രതിഷേധിച്ചിട്ട് മാത്രമേ പാർലമെൻറ്റിലേക്ക് കയറുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അംബേദ്കറിൻ്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഡിംപിൾ യാദവിന്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടി എംപിമാർ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് നേതാക്കൾ, സമാജ്വാദി പാർട്ടിയിലെ നേതാക്കളും എംപിമാരും ഇന്ത്യ മുന്നണിക്കൊപ്പമല്ലേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒപ്പം തന്നെയാണ്, എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ലൈനായാണ് ഈ മാർച്ച് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ ആദ്യം മുന്നിലോ അതിന് പിന്നാലെ ഇടത് പാർട്ടികളും, അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമാണ് സമാജ്വാദി പാർട്ടി നേതാക്കൾ. അവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയത്. അത്തരത്തിൽ പല സെക്ഷനുകളായാണ് എല്ലാ പാർട്ടികളും നിന്നത്. പക്ഷേ സമരം ഒറ്റക്കെട്ടായി തന്നെയാണ് പ്രതിഷേധിച്ചത്. ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഒരേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു വിജയ് ചൗക്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പ്രിയങ്ക ഗാന്ധി മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് മറ്റു പാർട്ടികളുടെ നേതാക്കൾ ഏറ്റുവാങ്ങി പിടിക്കുക. അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി നേതാക്കൾ മുദ്രാവാക്യം വിളിച്ചത് കോൺഗ്രസിൻ്റെയും ഒപ്പം DMKയുടെ ഒക്കെ നേതാക്കൾ, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കൾ ഏറ്റുവിളിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഈ ഘട്ടത്തിൽ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് വിള്ളലുകളൊന്നും ഇല്ല. പക്ഷേ ഈ പല പാർട്ടികളും അവരവരുടെ സംഘങ്ങളായാണ്, ആ സംഘബലം ഒരുമിച്ച് കാണിക്കുന്നതിന് വേണ്ടിയായിരിക്കാം അവർ സംഘങ്ങളായാണ് അകത്തേക്ക് പോയത്. പ്രതിഷേധത്തിൽ ഓരോ നിരനിരയായി അകത്തേക്ക് പോയത്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും, ഏകദേശം എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പാർലമെന്റിന് അകത്തേക്ക് ലോക്സഭാ ടിവിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമേ അനുവദനീയമുള്ളൂ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. സമാജ്വാദി പാർട്ടി അംഗങ്ങളും ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി വിജയ് ചൗക്കിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തെത്തി പാർലമെന്റിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ലോക്സഭയും രാജ്യസഭയും ഈ ശീതകാല സമ്മേളനത്തിന്റെ അവസാനത്തെ സെഷൻ ഡേയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തോടുകൂടി ശീതകാല സമ്മേളനം അവസാനിക്കും. ഇനിയിപ്പോൾ മന്ത്രിമാരും പ്രധാനമന്ത്രി അടക്കമുള്ളവരും ഇപ്പോൾ സഭയിലേക്ക് എത്തിച്ചേരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിജയ് ചൗക്കിൽ നിന്നും ഉള്ള പ്രതിഷേധം പാർലമെന്റിലെത്തി. പാർലമെന്റിനുള്ളിലേക്ക് എംപിമാർ പോയി കഴിഞ്ഞിരിക്കുന്നു.